നമസ്കാരം. 2 ലക്ഷം രൂപയ്ക്ക് ഒരു ഇലക്ട്രിക് കാർ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? സത്യം പറയുകയാണെങ്കിൽ ഞാനും ഇത് ആദ്യം കേട്ട സമയത്ത് ഒരു വിശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. തള്ളാണെന്നാണ് കരുതിയത്. പക്ഷെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയ സമയത്ത് തീർച്ചയായിട്ടും 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇതുപോലെ ഒരു കാർ വാങ്ങിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. പണ്ട് സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ടാറ്റ നാനോ എന്ന് പറഞ്ഞൊരു കാർ ഇറക്കിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വന്ന പിഴവ് കാരണമാണ് വലിയ രീതിയിൽ നാനോ വിജയിക്കാതെ പോയതെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് വേൾഡ്സ് മോസ്റ്റ് അഫോർഡബിൾ കാർ എന്ന് പറയുന്നതിനും പകരം വേൾഡ്സ് മോസ്റ്റ് ചീപ്പസ്റ്റ് കാർ എന്ന് പറഞ്ഞാണ് അവരത് മാർക്കറ്റ് ചെയ്തത്. ചീപ്പസ്റ്റ് കാർ എന്നാൽ പാവങ്ങളുടെ കാർ എന്ന രീതിയിലാണ് ഭൂരിഭാഗം പേരും അതിനെ കണ്ടത്. പുവർ മാൻസ് കാർ, ദരിദ്രരുടെ കാർ. ഓക്കെ, എന്തായാലും അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഹരിയാനയിലെ ഗുരുഗ്രാം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ബ്ലിങ് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്. 2024 ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനി ഇവർ തുടങ്ങുന്നത്. IIT ഡൽഹിയിൽ നിന്നും പാസ് ഔട്ട് ആയവരും EV എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ടെസ്ല സൈബർ ട്രക്ക് പ്രൊജക്ടിന്റെ ഭാഗവുമായ 5 പേരാണ് ബ്ലിങ് മൊബിലിറ്റിയുടെ ഫൗണ്ടേഴ്സ്. നികേഷ് ബിസ്റ്റാണ് CEO. അൻകിത് കുമാറാണ് എക്സ് ടെസ്ല എഞ്ചിനീയർ. കൂടാതെ അഭിലാഷയും സുഷ്മിത പട്ടേലും യശ്ദീപ് സിംഗും. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചെറിയ കാർ ബ്ലിങ് മൊബിലിറ്റി പുറത്തിറക്കിയ അവരുടെ ആദ്യത്തെ പ്രോട്ടോ ടൈപ്പാണ്. ടാറ്റ നാനോയുടെ ഡിസൈനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബ്ലിങ് മൊബിലിറ്റി അവരുടെ ആദ്യത്തെ കാർ ഡിസൈൻ ചെയ്തതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് അല്ലേ? ചെറിയൊരു കാറാണെങ്കിലും ഡ്രൈവർ അടക്കം 4 പേർക്ക് സഞ്ചരിക്കാം. 4 ഡോറുകളുമുണ്ട്. വണ്ടിയുടെ മറ്റ് ടെക്നിക്കൽ സ്പെക്സ് ഒന്നും കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. 2026 വർഷാവസാനമാവുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയോട് കൂടിയാണ് ഇവർ ഈ വണ്ടി ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓട്ടത്തിനനുസരിച്ച് മാത്രം നമ്മൾ കറണ്ടിന്റെ, അതായത് ഇലക്ട്രിസിറ്റിയുടെ കാശ് നൽകിയാൽ മതിയാവുമെന്നർത്ഥം. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ബാറ്ററി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് 2 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ സാധിക്കുന്നത്. ചെറിയൊരു ഡിപ്പോസിറ്റ് ആദ്യം നൽകിയതിനു ശേഷം നമ്മൾ ബാറ്ററി പാക്കുകൾ കാറിൽ വെക്കുന്നു. എന്നിട്ട് ആ ബാറ്ററിയുടെ ചാർജ് തീരാറാവുന്ന സമയത്ത് സിറ്റിയുടെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ച ഇവരുടെ ബാറ്ററി സ്വാപ്പിംഗ് സ്റ്റേഷനിൽ നിന്നും ഈ ബാറ്ററികൾ പേയ്മെന്റ് നൽകി സ്വാപ്പ് ചെയ്യുന്നു. ഇത് തുടരുന്നു, അത്രമാത്രം. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജിയിൽ നല്ല വശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ മോശം വശങ്ങളുമുണ്ട്. നല്ല വശങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബാറ്ററി ചാർജ് ചെയ്യാനെടുക്കുന്ന കൂടുതൽ സമയം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബാറ്ററിയുടെ വലിയൊരു തുക നമ്മൾ നൽകേണ്ട എന്നുള്ളതാണ്. ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്ത് ഓട്ടത്തിനനുസരിച്ച് ബാറ്ററി സ്വാപ്പ് ചെയ്താൽ മാത്രം മതി. അതേപോലെ ബാറ്ററി കേടാവുമോ മാറ്റേണ്ടി വരുമോ എന്ന പേടിയും വേണ്ട. അതെല്ലാം കമ്പനിയുടെ ഉത്തരവാദിത്തമായിരിക്കും. തീർച്ചയായിട്ടും ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി ആകുമ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ നോക്കണം. അതുകൊണ്ട് തന്നെ അതിന് കണക്കായിട്ടായിരിക്കും ഓരോ സ്വാപ്പിങ്ങിനും അവർ ചാർജ് ഈടാക്കുന്നതും. ഓരോ സ്വാപ്പിങ്ങിനുമുള്ള ചാർജ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നഷ്ടത്തിന് വേണ്ടി ആരും ബിസിനസ് ചെയ്യില്ലല്ലോ അല്ലേ? ഇതിലെ ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റേഷനിൽ തന്നെ നമ്മൾ പോകേണ്ടി വരും. മാത്രമല്ല ഈ സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ സിറ്റിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് കമ്പനി ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇവരുടെ ഈ കാറ് സിറ്റി പരിധിയിൽ മാത്രം ഉപയോഗിക്കാനുള്ള കാറാണെന്ന് അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഈ കാറ് വാങ്ങിക്കാനും സാധിക്കില്ല. ചുരുക്കം ചില സിറ്റികളിൽ മാത്രമായിരിക്കും ഇവർ സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. അപ്പോൾ അവിടെയുള്ളവർക്ക് മാത്രമേ കാർ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മറ്റ് കമ്പനികളും ഈ രംഗത്തേക്ക് വന്ന് ഇന്ത്യയിൽ മുഴുവനും യൂണിവേഴ്സൽ സ്വാപ്പിംഗ് സ്റ്റേഷൻസ് കൊണ്ടുവരണം. അങ്ങനെ വന്നാൽ മാത്രം വിജയിക്കും. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടിയും വരും.